ഒരു സ്പ്രിങ് ഉണ്ടാവും. സ്പ്രിങ് ഇടാം. സിമ്പിളാണ്, എല്ലാവർക്കും ചെയ്യാവുന്ന കാര്യങ്ങളാണ്. നിങ്ങൾ വഴിയിലൊക്കെ പെട്ടെടുക്കാൻ കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉപകാരപ്പെടും. ഹായ്, അതെ നമ്മളിപ്പോൾ ഇന്ന് നമ്മുടെ ഗവൺമെന്റ് പറഞ്ഞിട്ടുണ്ട് ചൊവ്വാഴ്ച, വ്യാഴാഴ്ച, ഞായറാഴ്ച പണിയാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇന്ന് വ്യാഴാഴ്ചയാണ്. ചെറിയൊരു പണിയുണ്ട്. എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മള് ഇവിടെ സൈഡിലെ IMVGന്റെ ഒരു സൈഡ് ഉണ്ട്. നിങ്ങൾ മുമ്പ് നമ്മൾ വർക്ക് ചെയ്യണ കണ്ടിട്ടുണ്ടാവുക സ്ഥലം. അവിടെ ഒരു JCB സ്റ്റാർട്ട് ആവണില്ല എന്ന് പറഞ്ഞ് വിളിക്കുന്നുണ്ട്. സിമ്പിൾ എന്തെങ്കിലും എയർ ഇഷ്യൂ കാര്യങ്ങളൊക്കെ ആവും. അപ്പൊ നിങ്ങൾക്കും ഇത് സിമ്പിളായിട്ട് ചെയ്യാം എന്നാണ് ഞാൻ പറഞ്ഞത് തന്നെ. സിമ്പിളായിട്ട് ചിലപ്പോൾ എന്തെങ്കിലും കരട അല്ലെങ്കിൽ ഗ്ലാസ് ഫിൽറ്റർ കരട എന്തെങ്കിലും ഒക്കെ ആയിരിക്കാം കംപ്ലൈന്റ്. സിമ്പിളാണ്. അപ്പോൾ നിങ്ങൾ ഒരു ഡ്രൈവറോ അല്ലെങ്കിൽ നിങ്ങളൊരു വണ്ടി കൊണ്ടുപോകുന്ന ആളാന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതെങ്ങനെ ഓവർകം ചെയ്ത് അത് ചെയ്യാം. വണ്ടി സ്റ്റാർട്ട് ചെയ്ത് നിങ്ങൾക്ക് ലൈനിൽ നിന്ന് എങ്ങനെ വരാം, അല്ലെങ്കിൽ ഒരു വർക്ക്ഷോപ്പിലേക്ക് എങ്ങനെ എത്തിക്കാമെന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്ന വീഡിയോ. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. നേരെ നമുക്ക് അങ്ങോട്ട് പോകണ്ട, ടൂൾസ് എടുക്കാം. ആദ്യം ടൂൾസ് എടുക്കാം. അപ്പോൾ അതിന് സിമ്പിളായിട്ട് ഒരു പ്ലെയർ 19ഉം 17ഉം സ്പാൻഡർ മാത്രം ആവശ്യമുള്ളൂ തൽക്കാലത്തേക്ക്. അപ്പോൾ നമ്മളതെടുത്തിട്ടാണ് പോണത്. അപ്പോൾ അത് ഞങ്ങളുടെ കൂടെ അച്യുതൻ, ഫ്രിജിൻ, നമ്മളെ മറ്റേ ലെയ്ലാൻ്റെ കൂടുതൽ ചെല്ലുണ്ടാകുന്നില്ലേ, അവരാണ്ട. അപ്പോൾ നമുക്ക് ടൂൾസ് എടുക്കാം. ഇതാണ് നമ്മുടെ ടൂൾ ബോക്സ്. ടൂൾസ് അലമാര. അപ്പോൾ അത് പൈപ്പ് സ്പാൻഡറാണ്. നോസിൽ പൈപ്പുകൾ നല്ല സുഖമായിട്ട് അയക്കാം, നല്ല പിടുത്തം കിട്ടി അയക്കാൻ പറ്റിയ സാധനമാണ് കേട്ടോ. 19, 17 പിന്നെ ഒരെണ്ണം കൂടി നമ്മളെ സ്പാൻഡർ ഇല്ലാണ്ടിരിക്കണ്ടെന്ന് വെച്ചിട്ട് ഒരെണ്ണം എടുക്കാം. ഇത് 17, 14 കേട്ടോ. പിന്നെ എന്ത് പണിക്ക് പോകാൻ വെച്ചാൽ നമ്മൾ ചുറ്റിക മസ്റ്റാ. പിന്നെ ഒരു പ്ലെയർ, ഒരു സ്ക്രൂ ഡ്രൈവർ, പിന്നെ 10, 11, 8, 9, 6 10, 11, 8, 9, 6 ചിലപ്പോൾ എന്തെങ്കിലും ക്ലിപ്പുകളൊക്കെ ലൂസ് ഉണ്ടെങ്കിൽ ടൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാ. ഇത്രയും സാധനങ്ങൾ നമുക്ക് തൽക്കാലത്തേക്ക് മതി. ഇനി കുറച്ച് വേസ്റ്റ് എടുത്തിട്ട് നമുക്ക് പോകാം. പെട്ടി ഒന്നും എടുക്കേണ്ട ആവശ്യമില്ല. സിമ്പിൾ, ഞാൻ പറഞ്ഞില്ലേ, സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാവുന്ന കാര്യങ്ങളുള്ളൂ. പോലെ JCB കേടായത് മോളിലാന്ന് പറഞ്ഞ മോളിലൊക്കെ ഓഫീസിനോടാ. ഇതവിടെ നമ്മളെ അച്ചോടാൻ നമ്മളെ ആളുടെ വണ്ടിക്ക് പണിയാറില്ല. ആളെ ടിപ്പർ എവിടെയോ കൊടുക്കണേ, അവിടെ എവിടെയോ കിടക്കണ്ട, മുകളിൽ കിടക്കണ്ട. അപ്പൊ ഇതിന്റെ ബാക്കിയൊക്കെ എന്തൊരു ഇഷ്യൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ വണ്ടി അയറെടുക്കാം. വണ്ടി ഓഫ് ആവാല, റണ്ണിങ്ങിൽ ഓഫ് ആയി പോവാ കംപ്ലൈന്റ്. അപ്പൊ നിസ്സാര കംപ്ലൈന്റ് ആവും. നിങ്ങൾക്ക് അതിൽ ചെയ്യാവുന്ന ഫിൽറ്റർ അടവാന്ന് തോന്നുന്നു. ബാക്കി എല്ലാ ഫിൽറ്ററുകളും അവർ മാറ്റിയിട്ടുള്ളത്. അപ്പൊ അതൊന്നും നമ്മള് നോക്കാനുള്ള പരിപാടി ആട്ടാ. ഇതിന്റെ ഇവിടെ കാണാം, പമ്പിന്റെ അവിടെ ഒരു ഗ്ലാസ് ഫിൽറ്റർ ഉണ്ടാവും, ഒരു ചെറിയൊരു ഫിൽറ്റർ ഉണ്ടാവും. ഈ ഫിൽറ്റർ കേട്ടോ, ഇതൊന്ന് അയച്ചിട്ട് നമ്മൾ നോക്കണം. അതിൽ മണ്ണും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എയർ എടുക്കാൻ ചാൻസ് ഉണ്ട്. ഈ ഫിൽറ്റർ ഉണ്ട് നമ്മൾ അയക്കാൻ പോണത്. അത് അയക്കണേക്ക് മുന്നേ അത് അയക്കണമെങ്കിൽ ഇതൊന്ന് അയച്ചിറങ്ങി ഈ പൈപ്പ് ഒന്ന് ഡീസൽ പൈപ്പേ. അടിയിലൊരു സാധനം ഉണ്ട്, അതിങ്ങനെ ലൂസ് ചെയ്ത് നമുക്കിങ്ങനെ എടുക്കാൻ പറ്റും.
ഇതാണോ ഇതാണ് ഗ്ലാസ്സിൽ കണ്ടോ അഴുക്കണ്ട ഇതല്ല നോക്ക് ആകെ മണ്ണും കാര്യങ്ങളൊക്കെയാ ഇതൊക്കെ ക്ലീൻ ചെയ്തിട്ട് ഇത് സ്റ്റാർട്ട് ചെയ്ത് നോക്കാം നമുക്ക് എന്നിട്ട് വേറെ വല്ല ഇഷ്യൂ ഉണ്ടെങ്കിൽ അത് നോക്കാം നമ്മള് കുറച്ച് ഡീസൽ വെച്ചിട്ട് ക്ലീൻ ചെയ്ത് കളയാം ഡീസലിൽ തന്നെ ക്ലീൻ ചെയ്യാം ഉള്ളിൽ ഫുള്ള് ഇതാണ്ട കരിമണ്ണിലാണ്ട് ക്ലീൻ ചെയ്യാം അതിൻ്റെ ഉള്ളിൽ വരുന്ന ഫിൽറ്ററാണ് ഇത് വലിയ അടവൊന്നും കാണാനില്ല അത്യാവശ്യമാണ് പറയണ്ടായിരുന്നേ അവിടെ ഓടാൻ വണ്ടിയില്ല ഇങ്ങനെ വെക്കുന്നു ഇഷ്ടപോലെ തന്നെ ഇവിടേക്ക് വെക്കുന്നു ഇത്തരത്തിലൊരു സാഹചര്യത്തിലുണ്ടായി കഴിഞ്ഞാൽ നമ്മൾ ഡീസൽ ടാങ്കിൽ ഡീസൽ ഉണ്ടോ നോക്കാം ഡീസൽ ഉണ്ടെന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം നമ്മൾ മെക്കാനിക്കിനുള്ള ആവശ്യമുള്ളൂ അപ്പോൾ ഡീസൽ ഉണ്ടോ നോക്കുക അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളെ ഫ്യൂവൽ ലൈൻസ് എന്തെങ്കിലും ചോക്ക് ആയിരിക്കും അല്ലാണ്ട് എഞ്ചിൻ സ്റ്റാർട്ടാവാതിരിക്കാൻ വേറൊരു കാരണമില്ല ഫ്യൂവൽ പ്രോപ്പറായിട്ട് എത്താണ്ടാണ് അപ്പോൾ എവിടെയെങ്കിലും കരടുകളോ മണ്ണോ കാര്യങ്ങളൊക്കെ ഫിൽറ്ററിലുണ്ടാവും ഞാൻ നേരത്തെ കാണിച്ച പോലെ നമ്മുടെ ആ ചെറിയ ഫിൽറ്ററിൽ മണ്ണ് ഇരുന്നുണ്ടായിരുന്നു അതൊരു മേജർ ഇഷ്യൂ ആണ് അത് കഴിഞ്ഞിട്ട് ഞാൻ എന്താ ഇപ്പോൾ മറ്റേ ലിഫ്റ്റ് പമ്പ് ലോഡ് ചെയ്ത് നോക്കുന്നുണ്ട് ഇത് ലോഡ് ചെയ്തില്ലെങ്കിൽ നമ്മൾ അത് മാറ്റാനുള്ള കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് കേട്ടോ ഓഫേ ഇവിടെ ഓക്കെ ലിഫ്റ്റ് പമ്പിന് ചെറിയൊരു കംപ്ലൈന്റ് ഉണ്ട് അപ്പോൾ നമ്മൾ ഒരു ക്ലീൻ ചെയ്തിട്ട് നോക്കി പക്ഷെ അത് ശരിയാവണില്ല അപ്പോൾ നമ്മൾ വേറെ ഒരെണ്ണം കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ പുതിയത് അതൊന്ന് ഇട്ട് നോക്കിയിട്ട് അടിച്ചു നോക്കട്ടോ ആദ്യം ഇങ്ങനൊരു വാൽവ് ഉണ്ടാവും കേട്ടോ അത് നമ്മൾ ഇതിന് ക്ലോസ് ഈ പ്രൈമറിൽ ഇടാ ഉണ്ടോ അത് കഴിഞ്ഞിട്ട് ഒരു സ്പ്രിങ് ഉണ്ടാവും സ്പ്രിങ് ഇടാ സിമ്പിളാണ് എല്ലാവർക്കും ചെയ്യാവുന്ന കാര്യങ്ങളാണ് നിങ്ങൾ വഴിയിലൊക്കെ പെട്ടെടുക്കാൻ കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉപകാരപ്പെടും പിന്നെ എന്തായാലും നമ്മളൊരു സാധനം പിടിപ്പിക്കുമ്പോൾ ബാൻഡ് വാഷ് ഉണ്ടാവും അതിൽ പുതിയ 2 ബാൻഡ് വാഷ് എടുത്തിട്ടുണ്ട് ആദ്യം 2 കോണ്ടാക്ട് സർവീസിന്മേലാണ് ബാൻഡ് വാഷ് വരെ ഇതൊക്കെ എന്നിട്ട് ടൈറ്റ് ചെയ്യാം അതിപ്പോൾ നമ്മൾ ഫീഡ് ചെയ്യുമ്പോൾ കറക്റ്റ് ലോഡാണ്ടാ ഡീസൽ ഒഴുകണണ്ട കുത്തി ഒഴുകണം അപ്പോൾ അവിടെ വരെയുള്ള എയർ പോയിൻ്റ് നമ്മൾ ഇതൊന്ന് ടൈറ്റ് ചെയ്യാം എന്നിട്ട് ഒട്ടടി അടിച്ച് നോക്കും സ്റ്റാർട്ടായി അപ്പോഴേ നമ്മുടെ പണി കഴിഞ്ഞിട്ടുണ്ട്
അപ്പോൾ ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് നോക്കി നോക്കാം കേട്ടോ നമുക്ക്. മേടിച്ചാ സെറ്റ് ആയിട്ടാ. ഇനി നമ്മൾ ഏതൊക്കെ പിടിപ്പിച്ച് കഴിഞ്ഞാലേ ഇപ്പോൾ നമ്മൾ ഫിൽറ്ററൊക്കെ ഊരി ജാമും കാര്യങ്ങൾ അടവുണ്ടോ കാര്യങ്ങളൊക്കെ നോക്കി ഇത് പിടിപ്പിച്ച് കഴിഞ്ഞ് നമ്മൾ ലീക്ക് നോക്കേണ്ടത് ഒന്ന് ഈ ഭാഗത്ത് ഇതിവിടെ ഈ ബോൾട്ട് നമ്മൾ പിടിപ്പിക്കുന്നിടത്ത് ലീക്ക് ഉണ്ടോ നോക്കണം. പിന്നെ ഈ ഫിൽറ്ററിൻ്റെ ഈ ചുറ്റി ലീക്ക് ഉണ്ടോ നോക്കണം. അങ്ങനെ ഇപ്പോൾ 3 ഫിൽറ്റർ ഉണ്ട്. അപ്പോൾ അവിടെ ലീക്കൊന്നും ഇപ്പോൾ കാണാമല്ലോ. ഒന്ന് സ്റ്റാർട്ട് ചെയ്താൽ ഇപ്പോൾ ലീക്കൊന്നും കാണാനില്ല. അതേപോലെ തന്നെ പ്രൈമറി ഫിൽറ്റർ ഉണ്ട് പറഞ്ഞാൽ ഇതാണ്ട ഡീസൽ ടാങ്ക് പറഞ്ഞത് ഇതാണ്ടാ. ഇവിടെ അതേപോലെ ലീക്ക് വരുന്നോ നോക്കണം. ഈ ജോയിന്റുകളിൽ ലീക്ക് ഉണ്ടോ നോക്കണം. ഓക്കെ, അതായത് നമ്മളൊന്ന് ടെസ്റ്റ് അടിച്ച് നോക്കണം. വണ്ടി ഒന്ന് ഓടിച്ചിട്ട് ഓഫ് ആവണം നോക്കണം. അതായത് കംപ്ലൈൻറ്റ് ഓടിക്കുമ്പോൾ ലൈനിലിങ്ങനെ ഓഫ് ആവാം. അതൊന്ന് ടെസ്റ്റ് അടിച്ച് നോക്കണം കേട്ടോ. ജസ്റ്റ് ഒരു ടാസ്ക് കിട്ടി, അതിൽ കുഴിയിലേക്ക് വിട്ടു, ഇതിലെടുത്തു കേട്ടോ. അതെ, അപ്പോൾ നമ്മുടെ വണ്ടി വേറെ കുഴപ്പമൊന്നുമില്ല, ഓഫ് ആവലും കാര്യങ്ങളൊന്നും ഇല്ല. ഇല്ല ചേട്ടാ, കുഴപ്പമില്ല. അപ്പോൾ നമ്മുടെ വീഡിയോ അവസാനിപ്പിക്കാട്ടാ. അപ്പോൾ ആളെ പരിചയപ്പെടുത്തിയ ആളെ വരുന്നില്ല, ബൈജു. ആൾ ഡ്രൈവറാണ് കേട്ടോ, JCB ഡ്രൈവറാണ്. ഇത് അച്ചോടെ ഞാൻ നേരത്തെ പറഞ്ഞ നല്ല ടിപ്പറിൻ്റെ. അപ്പോൾ എല്ലാം പറഞ്ഞ പോലെ നമ്മുടെ ചാനൽ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, എല്ലാ കാര്യങ്ങളൊക്കെ ചെയ്യാടാ. പിന്നെ നമ്മുടെ ഇൻസ്റ്റാഗ്രാം ID, Facebook ID ഒക്കെ ഫോളോ ചെയ്യുക. അപ്പോൾ വേറൊരു നല്ല വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.